ഓ നമശ്ചണ്ഡികായി 2026 ജനുവരി 14 സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അഥവാ ഉത്തരായനം ആരംഭിക്കുകയാണ്. ഈ ഉത്തരായനത്തിൻ്റെ ഫലങ്ങൾ ഓരോ കൂറുകാർക്കും എങ്ങനെ അനുഭവവേദ്യമായി തീരും എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും അടങ്ങിയതാണ് മേടക്കൂർ. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സംക്രമം നടക്കുന്നത് 10ാം ഭാവത്തിലാണ്. ആത്മപ്രഭാവം വർദ്ധിക്കുക, ധനപുഷ്ടി ഉണ്ടാകുക, മാന്യമായ സ്ഥാനം ലഭിക്കുക, പിതാവ് തുടങ്ങിയ ഗുരുജനങ്ങളെ ബഹുമാനിക്കുക, ഇങ്ങനെ ആദിയായ നല്ല ഫലങ്ങൾ ധാരാളമായി ലഭിക്കും മേടക്കൂറുകാർക്ക്. ഈ ഫലങ്ങളുടെ എല്ലാം പൂർണ്ണത ലഭിക്കുന്നതിനായിട്ട് ശിവപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇടവക്കൂർ. കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തരയും ചേർന്നതാണ് ഇടവക്കൂർ. ഇവരെ സംബന്ധിച്ചിടത്തോളം സംക്രമം നടക്കുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ സംക്രമം നടക്കുമ്പോൾ ഭാഗ്യവർദ്ധനവ്, ധനപുഷ്ടി, സുഖകരമായ ജീവിതം മുതലായവ ഉണ്ടാവും. എന്നാൽ 9രുടെ പാപഗ്രഹം വരുന്നത് പിതാവ് തുടങ്ങിയ ഗുരുജനങ്ങളോട് ബഹുമാനം കുറയ്ക്കുന്നതിനും അവരുമായി കലഹിക്കുന്നതിനും അതിൻ്റെ ഫലമായി മനപ്രയാസം ഉണ്ടാകുന്നതിനും കാരണമായി തീരും. ഇതിന് പരിഹാരമായിട്ട് ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നത് ഗുണകരമാണ്. അങ്ങനെ ഇടവക്കൂറുകാർക്കും നല്ല ഫലം ലഭിക്കും. നമസ്തേ.